وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. എൻ്റെ ശബ്ദം ക്ലിയറായി മനസ്സിലാകുന്നുണ്ടല്ലോ? ദിവസങ്ങളായി ക്ലാസ് റൂമിൽ സംസാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, അൽഹംദുലില്ലാഹ്. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഫത്ഹുൽ മുഈന്റെ മുന്നിൽ ഇരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്തിരിക്കുന്നു. ഏകദേശം ഇനിയുള്ള ഒരു മാസക്കാലം കൂടുതൽ മുടങ്ങാതെ, ഒരുപക്ഷെ നാളെ മുടങ്ങും, എന്നാലും ബാക്കിയുള്ള ഏകദേശം ഒരു മാസക്കാലം കൂടുതൽ മുടങ്ങാതെ ഫത്ഹുൽ മുഈൻ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഏകദേശം ഈ 1-1.5 മാസക്കാലം അത്യാവശ്യം ചില തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടും ചില കാരണങ്ങളാലൊക്കെ മുടങ്ങിപ്പോയി. ഏതായാലും ബഹുമാന്യനായ അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് അറിയിച്ചതുപോലെ പറ്റ വിട്ടു എന്നുള്ള ചോദിച്ചതുപോലെ പറ്റ വിട്ടിട്ടില്ല, പല കാരണങ്ങളാൽ മുടങ്ങുന്നതാണ്. അതുകൊണ്ട് നമുക്കിന്ന് തുടങ്ങുക ഇൻഷാ അല്ലാഹ്. എവിടുന്നാണ് എടുക്കേണ്ടതെന്ന ഭാഗം എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്കും ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഏകദേശം ഒരു സ്ഥലം കണ്ട് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞുകൂടാ, ചില സഹോദരങ്ങളൊക്കെ ഓർമ്മയുള്ളവരുണ്ടായേക്കാം. ഏതെങ്കിലും ഭാഗം ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്നറിയിച്ച് ഏതായാലും ടെക്സ്റ്റ് ചെയ്യണം. എൻ്റെ കയ്യിലും ഫത്ഹുൽ മുഈൻ ഇല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളാരെങ്കിലും നമുക്ക് ഏകദേശ ധാരണയുള്ളൊരു ഭാഗത്ത് നിന്ന് നമുക്ക് ഓതി തുടങ്ങാം. SKSF MKUM എന്ന സഹോദരൻ റൈസ് ഹാൻഡ് ചെയ്തത് എന്തിനാണെന്നറിയില്ല. എന്തിനായിരിക്കും MKUM? മൈക്ക് എന്തോ പരിപാടി ഉണ്ടോ? അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് എന്തെങ്കിലും ആവശ്യമുണ്ടോ? SKSF MKUM എന്ന സഹോദരൻ മൈക്ക് ആവശ്യപ്പെട്ടത്? ഓക്കെ. അപ്പം അതിനുശേഷമാണ് ലൈവ് അല്ലേ? ഓക്കെ. അപ്പം ആർക്കെങ്കിലും ഓർമ്മയുള്ള ഏതെങ്കിലും ഭാഗത്തുനിന്ന് പേസ്റ്റ് ചെയ്ത് തന്നാൽ നമുക്ക് ക്ലാസ് തുടരാമായിരുന്നു. അല്ലെങ്കിൽ ഏകദേശം ഞാൻ ഒരു ഭാഗം പറയാം. ആ ഭാഗത്ത് നിന്ന് നമുക്ക് എനിക്ക് ഓർമ്മയുള്ള ഒരു ഭാഗം അവിടെ നിന്ന് നമുക്ക് തുടരാമെന്ന് തോന്നുന്നു. നജസിന്റെ ഭാഗത്തായിരുന്നു നമ്മൾ എത്തിയത്. വുളൂഇന്റെ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്തായ ശരീരവും വസ്ത്രവും സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്ന ഭാഗത്ത് ഏതായാലും എത്തിയിരുന്നു. അവിടെ നിന്നെത്തി നജസ്സുകളെ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഏത് ഭാഗമാണ്? നമുക്ക് വക്കമൈത്തത്തിൻ എന്നൊരു ഭാഗമുണ്ട്. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ കയ്യിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ വക്കമൈത്തത്തിൻ എന്നൊരു ഭാഗം, അതായത് നജസിന്റെ ഭാഗങ്ങൾ പറഞ്ഞു ഓതി ഏകദേശം ഉറപ്പുള്ള ഒരു ഭാഗത്തിനാണ് ഞാൻ നോക്കുന്നത്. കറൗസിൻ വ ബൗലിൻ വലൗമിൻ മഅ്കൂലിൻ വമദിയിൻ വവദിയിൻ വദമിൻ വഖൈഹിൻ വഖൈഇ മഇദത്തിൻ അല്ലെങ്കിൽ വഖൈഇ മഇദത്തിൻ വകമൈത്തത്തിൻ എന്നൊരു ഭാഗം അവിടെ നിന്നാണെന്നാണ് എന്റെ ഭൂരിപക്ഷ ഓർമ്മ. ഏകദേശം കറക്റ്റ് ഭാഗം തന്നെയാണെന്നാണ് തോന്നുന്നത്. അബ്ദുള്ള 90-70 സ്ഥലത്തില്ല അല്ലെ? അബ്ദുള്ള 90-70 നാട്ടിലും പോയോ? സുഹൃത്തുക്കളെ, ദുൽദുൽ എന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഞാൻ DC ആണോ സുഹൃത്തുക്കളെ? ഞാൻ DC ആണോ? അല്ല. ഓക്കെ. ഓക്കെ. ബഹുമാന്യനായ ദുൽദുൽ സാഹിബ് ഇവിടെ ഇല്ല. അബ്ദുള്ള 90-70 കാണുന്നില്ല. മറ്റേതെങ്കിലും സഹോദരങ്ങൾ ക്ലാസ് റൂമിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് സാഹിബിന്റെ കയ്യിൽ ക്ലാസ് ഫത്ഹുൽ മുഈൻ ഉണ്ടാവുമല്ലോ അല്ലെ? ഒന്ന് ഏകദേശം നജസിന്റെ ഒരു പകുതി ഭാഗത്ത് പേജ് നമ്പർ ഒരു സാധാ കിതാബാണോ? ഡോക്ടർ അസാഫ് അബൂബക്കർ
പേജ് നമ്പർ കൃത്യമായ ഓർമ്മയില്ല. നമ്മുടെ എന്റെ കയ്യിലുള്ള കിതാബിന്റെ പേജ് നമ്പർ 35. അത് സാധാ എല്ലാവരുടെയും കയ്യിലുണ്ടാകുന്ന സാധാ കിതാബല്ല, നന്നാക്കിയ കിതാബ് നമ്മൾ പറയുന്ന ഭാഗം ഇല്ല, വേർഡ് ഡോക്യുമെന്റ്. അതെ, അതിൽ ഏകദേശം ഒന്നും മറിച്ചു നജസ്സി എന്ന ഭാഗം. സുഹൃത്തുക്കളെ, ഒന്ന് നജസ്സിന്റെ ഭാഗത്തൊന്ന് കുറച്ചു നേരം നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം അടി. ഡോക്ടർ അസാഫ് അബൂബക്കർ നിങ്ങളുടെ കയ്യിലുള്ള ആ ഭാഗം ഏതെങ്കിലും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഞാൻ ആ ഭാഗം ഒന്നുകൂടി പറയാം. കുറച്ച് എത്ര പിന്നെ പോകണം എന്ന് പേജ് ഞാൻ പറയാം. അതിനിടയിൽ ഒരു സുഹൃത്ത് വളരെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മദിയ നജസല്ലേ, ഇതിൽ വല്ല അപ്പവുമുണ്ടോ? പുതുപെണ്ണിന്റെ കൂടെ കറങ്ങുമ്പോ ഓക്കെ, ദൂരസ്ഥലം പോകുമ്പോ ഒക്കെ ഡ്രസ്സ് എപ്പോഴും മാറ്റാനൊന്നും കഴിയില്ലല്ലോ. മറുപടി പറയുന്നു ഉസ്താദ്, മദിയ നജസാണ്, അതിൽ അഫുവൊന്നുമില്ല. പിന്നെ അതിന് മാർഗം എന്ന് പറയുന്ന ഡ്രസ്സ് തന്നെ മാറ്റണം എന്നില്ലല്ലോ, ഡ്രസ്സ് തന്നെ നോക്കണമെന്നില്ല. തൽക്കാലം എന്ത് ചെയ്താൽ മതി, അണ്ടർവെയർ നമസ്കാര സമയങ്ങളിലൊക്കെ മാറ്റിവെച്ച തൽക്കാലം പരിഹാരമാകാലോ സുഹൃത്തെ. ഡ്രസ്സ് തന്നെ ഫുൾ ടൈം മാറ്റേണ്ടി വരില്ലല്ലോ. അണ്ടർവെയർ ധരിക്കുന്നു, അത് കൃത്യമായി കഴുകുന്നു, അത് അണ്ടർവെയർ മാത്രം നിസ്കാര സമയത്ത് ആ ഭാഗം മാത്രം കൃത്യമായി കഴുകി നിസ്കരിച്ചാൽ മതിയല്ലോ, ഡ്രസ്സിലേക്കാവില്ലല്ലോ. കഴിവതും അങ്ങനെ സൂക്ഷിക്കുക, അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല, അസുഖമൊന്നും ആ നിലയ്ക്കില്ല. പിന്നെ ഈ ദൂരസ്ഥലത്ത് കറങ്ങാന്നൊക്കെ ഒന്ന് ആലോചിക്കും വേണേ. ഒരു ഉപകാരമില്ലാതെ ഇങ്ങനെ ഇത്തരം ദൂരസ്ഥലത്തൊക്കെ പോകുന്ന അത്ര ഉചിതമാണോ എന്നും കൂടി ചിന്തിക്കണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അബ്ദുള്ള തന്നൂർ എഴുതി ക്യാമ്പ് നോക്കാൻ, ഇതാണ് ലാസ്റ്റ് ഭാഗം. ഓക്കെ, നോക്കട്ടെ. അതെ, ഓക്കെ, അതെ ഞാൻ പറഞ്ഞ ഭാഗം തന്നെ കറക്റ്റ്. ഓക്കെ ഓക്കെ, മന്യനായ അബ്ദുൾ സാഹിബ്, നിങ്ങൾ പറഞ്ഞ ആ ഭാഗം തന്നെയാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ച ഭാഗം. എനിക്കും തെറ്റിയിട്ടില്ല എന്നർത്ഥം. വക്കമയിപ്പത്തി. ഇപ്പൊ അടുത്ത ഭാഗം കിട്ടാൻ നമ്മളിത് ചെയ്യണം, അതാണ് ഇപ്പോൾ ആലോചന. എന്നാൽ നിങ്ങൾക്ക് അടുത്ത ഭാഗം ഓക്കെ. ക്യാമ്പ് ഒന്നുകൂടി ക്യാമ്പ് ചെയ്യുമോ, നമുക്ക് പേജ് കിട്ടുമല്ലോ അല്ലേ? ഡോക്ടർ അസാഫ് അബൂബക്കർ, നിങ്ങൾ അവിടെ നിന്നും ഒരു 10-20ഓളം പേജ് പിന്നിൽ പോകണം. നിങ്ങളെടുത്ത ഭാഗം ആദ്യ ഭാഗമാണ്, അവിടെ നിന്ന് കുറേ വരാനുണ്ട്. ഡോക്ടർ അസാഫ് അബൂബക്കർ, ബഹുമാനപ്പെട്ട 35 ഏകദേശം ഇനി 75 വരട്ടെ അല്ലേ ഈ ഭാഗം അല്ലേ? അവല് വാജിബിങ്ങളിൽ ഇൻസാൻ എന്ന് പറയുന്ന ഭാഗം ഏറ്റവും ആദ്യ ഭാഗത്തുള്ള പ്രയോഗമാണ്. അപ്പൊ ഒരു 75, ബഹുമാനപ്പെട്ട ഡോക്ടർ സാബ്, ഒരു 75ലേക്ക് വരട്ടെ. നമുക്ക് നോക്കാൻ, ഞാൻ ഏകദേശം പറയാം. ഒരു 75 പേജ് വരും. ഇതാണ് എപ്പോഴും ക്ലാസ് എടുത്തില്ലെങ്കിലുള്ള അബദ്ധം എനിക്കറിയാം, എന്നാലും എന്താ ചെയ്യാം, അല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് മുടഞ്ഞു. ബഹുമാനപ്പെട്ട KKRD മുഹമ്മദ് എന്ന സഹോദരൻ അബ്ദുള്ള തോട്ടക്കാടിന് ഇനി പെട്ടെന്ന് കിട്ടൂലേ? ഇവിടെ നിന്നൊരു 10 പേജ് കൂടി പോയിക്കോട്ടെ, ഒരു 10 പേജ് കൂടി മറിച്ചിട്ടായിക്കോട്ടെ ഇട്ടോക്ക്. ഡോക്ടർ അസാഫ് അബൂബക്കർ ഒരു 10 പേജ് കൂടി ഏകദേശം മറിച്ചു നോക്കാം. ഏകദേശം 10 പേജ്. പോരാ, ഒരു 15 പേജും 15-20 പേജും കൂടി മറിക്കേണ്ടി വരും. നിങ്ങൾ ആ ഡോക്യുമെന്റിൽ നന്ന പേജ് കുറവാണ്. ഒരു 20 പേജ് മറിച്ചു നോക്കും. ഇനിയും ഒരു 20 പേജ് മറിച്ചു നോക്കും. ഓക്കെ, അടുത്ത ഭാഗം അൽഹംദുലില്ലാഹ്. അടുത്ത ഭാഗം നമ്മൾ ഇട്ടിരിക്കുന്ന ഭാഗത്തിന്റെ അടുത്ത ഭാഗങ്ങളും കിട്ടുള്ളൂ. അത് നമ്മളെ വിഷയം വരും. ഇട്ടിരിക്കുന്ന ഭാഗത്തിന്റെ അടുത്ത പേജ്, ഇപ്പോൾ ഇട്ടതിന്റെ അടുത്ത പേജ് ബഹുമാനപ്പെട്ട
അസ്റാഫ് അബൂബക്കർ സാഹിബ് ഇട്ടാൽ ഓക്കെ ആവും. ഓക്കെ. വക്കമൈത്തത്തിൻ അടയാളം വെച്ചു. വക്കമൈത്തത്തിൻ മുതലാണ് നമുക്ക് ഓതാനുള്ളത്. വക്കമൈത്തത്തിൻ. അബ്ദുള്ള തോറ്റക്കാട് സാഹിബ് നേരത്തെ കേമിട്ടത് വലിയ ഹൈറായി. ഏതായാലും ഓക്കെ. അള്ളാഹു നല്ല ശ്രമമാണ് ബഹുമാനപ്പെട്ടവർ ശ്രമിച്ചത്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമുക്ക് നല്ല രൂപത്തിൽ വിഷയങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ ആവശ്യമാകുമ്പോഴൊക്കെ ഉപകാരപ്പെടാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ജസാക്കല്ലാഹു ഖൈർ. ഡോക്ടർ അസ്റാഫ് അബൂബക്കർ. ഓക്കെ. വക്കമൈത്തത്തിൻ നജസുകൾ ഏതൊക്കെയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അക്കൂട്ടത്തിൽ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പശുവിന്റെ കാഷ്ടം നജസല്ല എന്ന അഭിപ്രായം ഉണ്ടോ? പോത്ത് അതുപോലെ മറ്റു മൂരി, കാള തുടങ്ങിയ വസ്തുക്കളുടെ കാഷ്ടം നജസല്ല എന്ന അഭിപ്രായം ഉണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നൊരു അഭിപ്രായം ഇല്ല. മനുഷ്യന്റെ കാഷ്ടം നജസാണ്. എന്നാൽ പോത്ത് അതുപോലുള്ള വസ്തുക്കളുടെ കാഷ്ടം നജസല്ല എന്ന അഭിപ്രായം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. 2 പേർ ഇല്ല എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരൊന്നും ടെക്സ്റ്റ് ചെയ്തിട്ടില്ല. എന്താണെന്നറിയില്ല. ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായിട്ട് ഇല്ല എന്നുള്ളതായിരിക്കാം എന്ന കാരണം അറിയില്ല. ബഹുമാനപ്പെട്ട 2 പേരോടും 2 പേര് പ്രതികരിച്ചു. അവരോട് എനിക്ക് പറയാനുള്ളത് ഉണ്ട് എന്നൊരു അഭിപ്രായമാണ്. അതായത് നജസല്ല എന്ന അഭിപ്രായം നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഇമാം റുയാനി റഹിമഹുല്ലാഹുണ്ട്. അത് ത്വാഹിറാണ്. പഴയകാലത്തൊക്കെ ചാണകം വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാറുമുണ്ടല്ലോ. അപ്പൊ ചാണകം വിൽക്കൻ പറ്റുമെന്ന അഭിപ്രായം ഈ അഭിപ്രായ പ്രകാരം നമുക്ക് ലഭിക്കും. ചാണകത്തെ വിൽക്കാം, കാരണം ചാണകം നജസല്ല എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർക്കുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലയുടെയും അഹ്മദ് റളിയല്ലാഹുവിന്റെയും മദ്ഹബും അത് തന്നെയാണ് എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്രകാരം മയിൽപീലി നജസോ ശുദ്ധിയോ? മയിൽപീലി നജസാണോ ശുദ്ധിയാണോ? ത്വാഹിറാണോ നജസാണോ? നജസ് എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. നജസ് എന്ന് നജീമും പ്രതികരിച്ചിട്ടുണ്ട്. നജസ് എന്ന് തന്നെ എല്ലാവരും ഐക്യത്തോടെ പറയുന്നല്ലോ. അതെന്താ നജസ്? ആരും വ്യത്യാസം പറയുന്നില്ല. നജസ് അല്ലേ? എന്താ മയിൽപീലി നജസാവാനുള്ള മാനദണ്ഡം എന്താ? മയിൽപീലി നജസാന്ന് ഏതെങ്കിലും കിതാബിൽ നിങ്ങൾ കേട്ടിരുന്നോ? മയിൽപീലി നജസാണെന്നതിന്റെ മാനദണ്ഡം, മയിൽപീലി നജസാണ് എന്നതിന്റെ മാനദണ്ഡം എന്താണ്? എന്നാൽ കോഴിയുടെ തൂവൽ അത് നജസാണോ അല്ലേ? കോഴിയുടെ തൂവൽ നജസാണോ അല്ലേ? നോ. ഓക്കെ. അതെ, ബഹുമാന്യനായ അബ്ദുള്ള തോട്ടക്കാട് അതിന്റെ മാനദണ്ഡത്തെ ചെറിയ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലെ? തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന് ജീവിതകാലത്ത് വേർപിരിയുന്ന വസ്തുക്കൾ നജസാണ്. അതേസമയം തിന്നപ്പെടുന്ന ജീവിയായ കോഴിയുടെ തൂവലിൽ നിന്ന് തൂവൽ വേർപിരിഞ്ഞാൽ അത് നജസല്ല അല്ലേ? ഓക്കെ, ശരിയാണ്. പറഞ്ഞത് വളരെ ക്ലിയറാണ്. അത് ജീവനില്ലാത്തതുകൊണ്ടാണ്. നജീം തന്നെ പറഞ്ഞത് ശരിയല്ല. ജീവനില്ലാത്തതെന്ന് പറഞ്ഞാൽ കോഴിയുടെ തൂവലും അപ്രകാരമാവണല്ലോ. അതല്ല, ജീവിതകാലത്ത് തിന്നപ്പെടാത്ത വസ്തുക്കളിൽ നിന്ന് വേർപിരിയുന്നത് നജസാണ്. കാരണം അത് മരിച്ചാൽ നജസാണ്, അതുപോലെ ചത്ത നജസായതുപോലെ തന്നെ ജീവിതകാലത്ത് തിന്നപ്പെടാത്ത വസ്തുക്കളിൽ നിന്ന് വേർപിരിയുന്നത് നജസാണ്. അത് കാരണം ഇതാണ്, തിന്നപ്പെടാത്ത ജീവിയിൽ നിന്നാണ് അല്ലെ? ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വക്കമൈത്തത്തിൻ ശവം പോലെയും. വക്കമൈത്തത്തിൻ ബഹുമാന നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ അല്ലെ? ബഹുമാനപ്പെട്ട നമ്മളെ ഒരു സുഹൃത്തു നേരത്തെ ഒരു മനിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചല്ലോ. അതേപോലെ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഇടയ്ക്കിടെ ഛർദിക്കുന്ന കുഞ്ഞ് അല്ലെ? സ്വാഭാവികമാണ്.
അപ്പൊ അങ്ങനെ കുഞ്ഞിന് മുല കൊടുക്കുന്ന ഉമ്മയുടെ അപ്പൊ കുഞ്ഞിന്റെ വായ നജസായിരിക്കുമല്ലോ അല്ലെ, ഛർദി നജസാണ്, അപ്പോൾ കുഞ്ഞിന്റെ വായ നജസാണ്. അപ്പൊ ഉമ്മ മുല കൊടുക്കുമ്പോ നിസ്കാര ആവശ്യാർത്ഥം ഇടയ്ക്കിടെ ഉമ്മ മുല പ്രത്യേകം കഴുകേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇടയ്ക്കിടെ ഛർദിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ വായ നജസാണ്. അപ്പോൾ ആ വായ സ്വാഭാവികമായും കുട്ടിക്ക് മുല നൽകുന്ന സന്ദർഭത്തിൽ മുലക്ക് നജസ് വരും. അപ്പോൾ ആ സ്ഥലം പ്രത്യേകിച്ച് ഓരോ നിമിഷവും കഴുകേണ്ടതുണ്ടോ വേണ്ട എന്ന് ഗുഡ്വേ എന്ന സുഹൃത്ത് ഇട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ മാനദണ്ഡം? എവിടെയെങ്കിലും നിങ്ങൾ പ്രത്യേകം കേട്ടതോ പഠിച്ചതോ ആണോ? നോ, ഉണ്ട്, വേണ്ടി വരും എന്ന് മറ്റൊരു സുഹൃത്ത്. വേണ്ട എന്ന് പ്രത്യേകിച്ച് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ ഇന്നയാള് പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. വേണ്ടി വരുമെന്നും ഉണ്ട് എന്നും വേണ്ട എന്ന് രണ്ടുപേരും ഇട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള രേഖ? ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? വിടുതിയുണ്ട്, അതെ ഗുഡ്വേ ശരിയാണ്, വിടുതിയുണ്ട് എന്ന്. ഒന്നുകിൽ നിങ്ങൾ കിതാബ് ഇന്ന കിതാബിലുണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയതാണോ? പക്ഷെ വലിയ പണ്ഡിതനായിരിക്കും ഗുഡ്വേ, എനിക്കറിയില്ല. ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു മുസ്തഖീം. ഈ ക്ലാസ്സിൽ അത് വന്നിരുന്നു, ഈ ക്ലാസ്സിൽ അത് വന്നിട്ടുണ്ട് എന്ന് ഓർമ്മയിലുള്ളവരൊന്ന് എസ്തടിച്ച്. ഈ ക്ലാസ് കേട്ടിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ അത് വന്നിട്ടുണ്ടെന്നാണ് മുസ്തഖീം പറയുന്നത്. മുസ്തഖീം ഡോക്ടർ അസഫ് അറിയില്ല എന്നാണ് പറയുന്നത്. ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് എന്നാണ് മുസ്തഖീം തറച്ചു പറയുന്നത്. ശരിയാണ്, ഈ ക്ലാസ്സിൽ കടന്നു വന്ന ഒരു വിഷയമാണത്. അങ്ങനത്തെ ഉമ്മാക്ക് അഫവുണ്ട്. അതേസമയത്ത് ആ കുട്ടിയെ ചുംബിച്ച ആൾക്ക് അഫവില്ലതാണ്. കാരണം അതത്ര ഇടങ്ങാറുള്ള കാര്യമല്ല. ഓക്കെ, അൽഹംദുലില്ലാ. ഒരു സുഹൃത്തെങ്കിലും കൃത്യമായി കേട്ടല്ലോ ക്ലാസ്. അള്ളാഹു നമുക്കും എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു ആക്കി പെരുമാറാവട്ടെ എന്നൊന്നുകൂടി ദുആ ചെയ്യാം. കാരണം ഈ മസാല അറിയില്ലെങ്കിൽ ആ ഉമ്മ വല്ലാണ്ട് ബുദ്ധിമുട്ടും. കുട്ടി ഇങ്ങനെ ഛർദിക്കാണ്, ഉമ്മാക്കിങ്ങനെ പ്രത്യേകം കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നിടങ്ങാറ അല്ലേ? ഒരു വലിയ വിഷയം തന്നെ. അങ്ങനെ ചെറിയ വിഷയങ്ങൾ ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പോകും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു വട്ടം സ്വഹാബത്ത് യാത്ര പോയി. യാത്രാമധ്യേ ഒരാൾക്ക് ശക്തമായ പനി അനുഭവപ്പെടുകയും ശക്തമായ പനിയോടൊപ്പം തന്നെ മഹാനുഭാവന് വലിയ ശുദ്ധി ഉണ്ടായപ്പോൾ കുളിച്ച് നിസ്കരിക്കണമല്ലോ. അവർ പരസ്പരം തമ്മിൽ ചർച്ച ചെയ്തു, എന്ത് ചെയ്യും, കുളിക്കണം താനും. അതേ സ്ഥലത്താണെങ്കിൽ ശക്തമായ പനിയുണ്ട്, വെള്ളം തട്ടിച്ചാൽ വലിയ പ്രയാസം അനുഭവിക്കുമെന്നൊരു പേടിയും. അവർ തീരുമാനിച്ചു, എന്തു തന്നെയാണെങ്കിലും കുളിക്കേണ്ടി വരും, യാതൊരു മാർഗവുമില്ല. അങ്ങനെ അദ്ദേഹം കുളിച്ചു. ആ സ്വഹാബി മരണപ്പെട്ടു പോയി. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ഈ സ്വഹാബത്തിനോട് പറഞ്ഞത്, ഖത്തൽതുമൂഹു, നിങ്ങളവനെ കൊന്നിരിക്കുന്നു, നിങ്ങളാണ് അവനെ കൊന്നത്. ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, വിവരക്കേടിന്റെ ശമനം അത് ചോദ്യമാണ്. അപ്പൊ അത് ചോദിക്കാത്തത് കൊണ്ടുണ്ടായ ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും അല്ലേ? അതുകൊണ്ട് ആലോചിക്കുക, ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുക ചെയ്യുമ്പോൾ പല വിഷയങ്ങളും നമ്മൾ തിരിച്ച് മനസ്സിലാക്കിയതുണ്ടാവും, നേരെ മനസ്സിലാക്കിയതുണ്ടാവും. രണ്ടും ക്ലിയർ ചെയ്യാൻ നമുക്ക് സൗകര്യപ്പെടും. അള്ളാഹു ആ രൂപത്തിൽ ഉപകാരപ്രദമായൊരു ക്ലാസ്സായി നിലനിന്നു പോവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് വിഷയത്തിലേക്ക് കടക്കുന്നു. വകമൈത്തത്തിൻ, ശവം പോലെയുമാണ്. നജസിന്റെ ഉദാഹരണം വകമൈത്തത്തിൻ, ശവം പോലെയുമാണ്. ശവം ഏത് ശവമാണെങ്കിലും നജസാണ്. അറുക്കപ്പെട്ടതിന് ശവം എന്ന പ്രയോഗം പൊതുവെ നടത്താറില്ല. അറുക്കപ്പെടാവുന്ന ജീവിക്ക് മൈത്തത്ത് എന്ന് പറയില്ല. മരിച്ചവം പോലെയാണ് അത്. വലൗനഹ്വദുബാബിൻ, ഈച്ച പോലോത്തതിൻ്റെതാണെങ്കിലും ശരി, ഈച്ചയുടെ പോലോത്തതാണെങ്കിലും ശരി. എന്താണ് ഈച്ചയുടെ പോലോത്തത് പ്രത്യേകം പറയാൻ കാരണം? ഈച്ച പോലോത്തതിൻ്റെതിന് രക്തത്തിനൊക്കെ നമ്മൾ അഫ്വ് നൽകപ്പെടാറുണ്ട്. എന്നാൽ ശവം എന്ന നിലയ്ക്ക് ഈച്ച പോലോത്തതാണെങ്കിലും നജസ് തന്നെയാണ്. ഈച്ച പോലെ എന്ന് പറഞ്ഞാൽ മിമ്മാ ലാ നഫ്സ ലഹു സായിലത്തൻ, ഒലിക്കുന്ന രക്തമില്ലാത്ത ഒലിക്കുന്ന രക്തമില്ലാത്ത
ഈച്ച പോലത്തെ വസ്തുക്കളാണെങ്കിലും ശവം പോലെ അതിന്റെയും ശവം നജസാണ്. അപ്പോൾ നമസ്കാര ശേഷം ഒരു ഉറുമ്പിന്റെ ചത്ത ഉറുമ്പ് ശരീരത്തിൽ കണ്ടാൽ നിസ്കാരം മടക്കണമെന്നർത്ഥം. കാരണം അത് നജസാണ്. നജസ് ശരീരത്തിൽ ചുമക്കാൻ പാടില്ല. അത് അറിവില്ലാതെയാണെങ്കിലും ശരി. ഖിലാഫൻ ലിൽ ഖഫാൽ, ഇമാം ഖഫാൽ റഹിമഹുല്ലാഹ്ക്കെതിരായ ഹാലിൽ ഖഫാലി എന്നവർ പറയുന്നുണ്ട്, വമൻ തബിഅഹു, അദ്ദേഹത്തോട് പിന്തുടർന്ന ആളുകൾക്കും, ഫി ഖൗലിഹി, അവരുടെ വാക്കിൽ എന്താ അവർ പറയുന്നത്, ബി ത്വഹാറതിഹി, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ മൈത്തത്ത് ത്വാഹിറാണ്. കാരണം ലി അദമി ദമിൽ മുതഅഫിൻ, തഅഫുനാകുന്ന പുരണ്ടും പൊരളാൻ പറ്റിയ രക്തമില്ലാത്തത് കൊണ്ട്, കൂടുതൽ രക്തമില്ല അതുകൊണ്ട്, അല്ലെങ്കിൽ കേടുപറ്റുന്ന രക്തമില്ലാത്തത് കൊണ്ട് അത് ത്വാഹിറാണ് എന്നൊരഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം ഖഫാലിയും മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചില ആളുകൾക്കുണ്ടാവും നിസ്കാരം കഴിഞ്ഞ ഉറുമ്പ് കണ്ടേ മതിയാവും. അങ്ങനെ എപ്പോഴും നിസ്കരിക്കാൻ പോയാൽ വസ്വാസ് തീരൂല. അത്തരക്കാർക്കൊക്കെ ഇത്തരം നിയമം പഠിക്കാം, ഉൾക്കൊള്ളാം. ഖഫാലി ഇമാം എന്ന മഹാനുഭാവന്റെ ഖൗലിന് നമുക്ക് പിടിക്കാവുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ ചില ആളുകൾ ബുദ്ധിമുട്ടും. ചിലപ്പോൾ ചില ആളുകൾ പലപ്പോഴും ചില ഒരു സുഹൃത്തുണ്ട് ഇടയ്ക്കിടെ വിളിക്കും ഈ ജാതി സംശയമായിട്ട്. അദ്ദേഹത്തിനൊരു സംശയം നായുമായി ബന്ധപ്പെട്ട. എപ്പോഴും നോക്കിയാൽ നായന്റെ എന്തെങ്കിലും ഒരു ചൊറയുണ്ടാവും. ഇടയ്ക്ക് വിളിച്ചൊരിക്കൽ ചോദിച്ചു, ഖത്തറിലോ മറ്റേ ജോലി ചെയ്യണം, ഖത്തറിലാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഈ ചില ആള് നായിനെയും കൊണ്ടുവന്ന് നേരെ അദ്ദേഹം പൈസ തരും. അപ്പൊ കയ്യിലൊക്കെ നനവുണ്ടാവും. അപ്പൊ ആ പൈസ ഞാൻ തൊട്ടാൽ എന്റെ കൈയും കഴുകണോ, ആ പൈസ വെച്ച സ്ഥലങ്ങൾ കഴുകണോ, ഇങ്ങനെയൊക്കെ ഓരോ ഇടങ്ങാറ് പിടിച്ച ചില വകുപ്പുകൾ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഏതായാലും ഒക്കെ അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഖിലാഫുൽ ഖഫാൽ വമൻ തബിഅഹു ഫി ഖൗലിഹി ലിത്വഹാറതിഹി ലിഅദമി ദമിൽ മുതഅഫിൻ, പകരാൻ പറ്റിയ രൂപത്തിലുള്ള രക്തമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കേടുപറ്റാവുന്ന രൂപത്തിലുള്ള രക്തമില്ലാത്തത് കൊണ്ട്, കമാലിക്കിൻ വ അബി ഹനീഫ, ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ. ഓക്കെ, അടുത്ത ഭാഗം. അപ്പോൾ ഫൽമൈത്തത്തു നജസുൻ, മൈത്തത്ത് ശവം എന്ന് പറഞ്ഞത് നജസാണ്. ശവം എന്ന് പറഞ്ഞത് നജസാണ്. വഇല്ലം യസ്ൽ, ഇതിന്റെ ഔദ്യോഗിക നിയമം പറയാം. ഫൽമൈത്തത്തു നജസുൻ, അപ്പോൾ ശവം എന്ന് പറയുന്നത് നജസാണ്. വഇല്ലം യസൽ ദമുഹ, അതിന്റെ രക്തം ഒലിക്കുന്നില്ലെങ്കിലും. അതാണല്ലോ പ്രബലാഭിപ്രായം. പ്രബലാഭിപ്രായത്തെ ഒന്ന് ആണയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഫൽമൈത്തത്തു നജസുൻ, മൈത്തത്ത് ശവം അത് നജസാണ്. ശവം അത് നജസാണ്. വഇല്ലം യസൽ ദമുഹ, അതിന്റെ രക്തം ഒലിക്കുന്നില്ലെങ്കിലും ശരി. വകദാ ശഅറുഹ, അപ്രകാരം തന്നെയാണ് ശവത്തിന്റെ രോമവും മുടിയും നജസാണ്. വഅൽമുഹ, അതിന്റെ എല്ലും. വഖർനുഹ, അതിന്റെ കൊമ്പും. ചത്ത ജീവിയുടെ എല്ലാം നജസാന്നർത്ഥം. ഷഅർ, അൽമ്, ഖർന്. ഖിലാഫൻ ലി അബീ ഹനീഫ, അബൂ ഹനീഫ ഇമാമിനും അവിടെയും എതിരുണ്ട്. ഇദാലം യകുൻ അലൈഹ ദസ്മുൻ, അതിന്റെ മേൽ കൊഴുപ്പില്ലെങ്കിൽ നജസല്ലാണ് അഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളാഹിക്കുണ്ട്. അതിന്റെ മേൽ കൊഴുപ്പില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫക്കെതിരായ നിലയിലാണ് ആ വിഷയം പറയുന്നത്. കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ നനവ് നടത്തും ഇവിടെ. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി, എന്നാൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ഫത്വ നൽകിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ പരിചയമുണ്ടാകും. ഫത്ഹുൽ ബാരി എന്ന ബുഖാരിയുടെ വിഖ്യാതമായ ഷറഹിന്റെ മുസ്തനിഫാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഫത്വ കൊടുത്തിട്ടുണ്ട്, ബിസിഹ്ഹത്തി സ്വലാ, നിസ്കാരം സ്വഹീഹാണ്. ഇദാ ഹമലൽ ബദ്ബാബിൻ, ഈച്ചയുടെ ശവം എപ്പോൾ, ഇൻകാന, അവനാണെങ്കിൽ, ഫീ മഹല്ലിൻ, ഒരു സ്ഥലത്ത്. അങ്ങനെയുള്ള സ്ഥലം യശുഖുൽ ഇഹ്തിറാസു അൻഹു, ഈച്ചയെ തൊട്ട് സൂക്ഷിക്കൽ ആ സ്ഥലത്ത് പ്രയാസമാണ്. ഇങ്ങനെയുണ്ടാവും ചില സ്ഥലത്ത് എപ്പോഴും ഈച്ച, കൊതുക്, അല്ലെങ്കിൽ തുടങ്ങി ഈച്ച, കൊതുക്, അല്ലെങ്കിൽ ഉറുമ്പ് പോലുള്ള വസ്തുക്കൾ എപ്പോഴും ഉണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം വേണ്ടി പറഞ്ഞു വരികയാണ്.
ഔദ്യോഗിക അഭിപ്രായ പ്രകാരം മൈത്തത്തെ നജസ്സാണ്, അതിൽ തർക്കമില്ല. വൈരി ബശരിൻ വസമക്കിൻ വജറാദിൻ, എല്ലാ ശവവും നജസ്സല്ല, മനുഷ്യനൊഴികെ. നമുക്കറിയാലോ, എല്ലാവർക്കും അറിയുന്ന നിയമമാണ്. മനുഷ്യൻ നജസ്സല്ല, വസമക്കിൻ മത്സ്യവുമല്ല, വജറാദിൻ വെട്ടുകിളിയുമല്ല. ഈ മൂന്ന് വസ്തുക്കളല്ലാത്തത് മുഴുവൻ മറ്റു ചത്തത് നജസ്സാണ്. രണ്ടും കുഴപ്പമില്ല. ഈ അവസാനം പറഞ്ഞ രണ്ടെണ്ണവും ഉപയോഗിക്കൽ ഹലാലാണ്. ചത്ത മത്സ്യം തിന്നാം, കൂട്ടാം. ചത്ത വെട്ടുകിളി തിന്നാം, കൂട്ടാം. അതുകൊണ്ട് തന്നെ അല്ലേ, ഇപ്പം വെട്ടുകിളി വിദേശത്തൊക്കെ ഉണ്ടോ? വെട്ടുകിളി കണ്ടവരുണ്ട്. എന്റെ കൂട്ടത്തിൽ വെട്ടുകിളി കാണുന്നവർ തന്നെയല്ലേ നിങ്ങളൊക്കെ? സുഹൃത്തുക്കളെ, വെട്ടുകിളി നിങ്ങളൊക്കെ കാണാറില്ലേ? വെട്ടുകിളി കാണുന്നവരല്ലേ എന്റെ സുഹൃത്തുക്കൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ ഭൂരിഭാഗവും? എന്നെ ടെക്സ്റ്റ് ചെയ്തേക്ക്. യെസ്, ഓക്കെ. ധാരാളമായിട്ട് കാണലുണ്ടല്ലോ. കുറവുണ്ടോ? ചില ആളുകൾക്ക് ഇപ്പൊ കുറവാണല്ലേ? എന്നാലും ഉണ്ട്. ഓക്കെ. ലിഹല്ലി തനാവുൽ അഖീറൈൻ, അവസാനം പറഞ്ഞ രണ്ടെണ്ണം ഉപയോഗിക്കൽ അനുവദനീയമായതുകൊണ്ടാണ് അത് നജസ്സല്ല എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ നജസ്സല്ല എന്ന നിയമമോ? വഅമ്മൽ ആദമിയ്യു, അപ്പോൾ മനുഷ്യൻ നജസതിന് വേണ്ടി ലഖദ് കർറംനാ ബനീ ആദം, മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു, മനുഷ്യ മക്കളെ നാം ആദരിച്ചു. അബ്ദുള്ള കുമ്പള സാഹിബ് ഗൾഫിലാണ് കൂടുതൽ കാണുന്നത്. അത് ഗൾഫിൽ തന്നെയാണ് ചോദിച്ചത്. ഗൾഫിൽ തന്നെ ഇപ്പൊ കുറവാണെന്നുള്ള അഭിപ്രായം ചിലരൊക്കെ പറയുന്നു കേട്ടു. അബ്ദുള്ള കുമ്പള സാഹിബ് ഗൾഫിൽ തന്നെ കുറവാണ് എന്ന് ഇപ്പം ചിലരൊക്കെ പറയുന്നു കേട്ടു. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ലേ? അങ്ങനെ തന്നെ. ഓക്കെ. അമ്മൽ ആദമിയപ്പോൾ മനുഷ്യർ ഇപ്പം കുറവാണ്. ഓക്കെ. ഫലി ഖൗലിഹി തആല, അല്ലാഹു തആല കൗലുള്ളതിന് വേണ്ടി അവസാന ആദ്യമായി നാശം, വംശനാശം ജറാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് കാണാം. അതുകൊണ്ട് തന്നെ കുറച്ച് കുറേ പോയോ? ഓക്കെ. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതിന്റെ ഇടയ്ക്ക് DC ആയി അല്ലേ? ഇടയ്ക്കൊന്ന് DC ആയി. ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്ത ഭാഗം ഒന്ന് വേണം നമുക്ക്. വലക്കത് കറന്ന ബനിയാദം, ഈ ഭാഗം നമുക്ക് ടെക്സ്റ്റ് കിട്ടണം. ഡോക്ടർ അസാഫ് അബൂബക്കർ പോയോന്നൊക്കെ ഞാൻ ചോദിച്ചു. അതൊക്കെ കേട്ടിരുന്നു. ബഹുമാനപ്പെട്ടവരില്ലേ? പോയി, ഓറ് പോയി അല്ലേ? ഓക്കെ. അല്ലോ, അദ്ദേഹം പോയി. നേരെയുള്ള എന്നെ സഹായിക്കാൻ അബ്ദുള്ള തോടക്കാട് ആരുടെ കയ്യിലെ ഫത്തുൽ മുഈൻ ഉള്ളത് സുഹൃത്തുക്കളെ ഒന്ന് ടെക്സ്റ്റ്. ഓക്കെ. ഡോക്ടർ അസഫ് അബൂബക്കർ ഉണ്ടല്ലോ. ആരാ പോയി എന്ന് പറഞ്ഞു. ഓക്കെ. വലക്കത് കറംനാ ബനിയാദം, മനുഷ്യ മക്കളെ നാം ആദരിച്ചിട്ടുണ്ട്. ഈ കൗലുള്ളത് കൊണ്ടാണ് മനുഷ്യന്മാർ നജസല്ല. വഖദിയ്യത്തു തക്രീം, ആദരിച്ചു എന്നതിന്റെ വിവക്ഷ, മനുഷ്യരെ നാം ആദരിച്ചു എന്ന് അല്ലാഹു പറഞ്ഞു.
ഈ ആദരിച്ചു എന്നതിന്റെ തേട്ടം എന്നതിന്റെ വിവക്ഷ അല്ലാ യഹ്കമ ബിനജാസതിഹിം, മനുഷ്യന്മാർ നജസാണെന്നതുകൊണ്ട് വിധിക്കപ്പെടാതിരിക്കലാണ്. ബിൽ മൗത്തി, മരണം കൊണ്ട്. മരിച്ചാൽ നജസാണെന്ന് പറയാൻ പറ്റൂല എന്നതാണ് സത്യത്തിൽ ആദരവിന്റെ മാനദണ്ഡം. മനുഷ്യൻ നജസാണെന്നൊക്കെ പറയുന്ന ചില ബഹുമാനപ്പെട്ട ചില മദ്ഹബുകളുണ്ട്. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കുറ്റപ്പെടുത്താൻ പാടില്ല, കാരണം അവർക്ക് ബോധ്യപ്പെട്ടതാണ് അവർ പറയുന്നത്. ഖളിയത്തു തക്രീം, ആദരവിന്റെ വിവക്ഷ അല്ലാ യഹ്കമ ബിനജാസതിഹിം, മനുഷ്യന്മാർ നജസാണെന്നതുകൊണ്ട് വിധിക്കപ്പെടാതിരിക്കലാണ്. ബിൽ മൗത്തി, മരണം കൊണ്ട്. വഗൈരി സൈദിൻ, അതുകൊണ്ടാണ് നമ്മളൊക്കെ നാട്ടിൽ ജനാസ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടും. പള്ളിയിലല്ല, പള്ളിയായി വഖഫ് ചെയ്യാത്ത ഭാഗത്ത് വെച്ചാണ് മറ്റു ചില നാടുകളിലൊക്കെ മയ്യിത്ത് നമസ്കാരം നിർവഹിക്കപ്പെടാറുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ കാരണം കൊണ്ടുകൂടിയാണ്. വഗൈരി സൈദിൻ, വേട്ടയുമല്ലാത്ത മൃഗം. അതിന് ബഹുമാനപ്പെട്ടവരുടെ വക 2-3 കൊടുക്കാൻ. ഔദ്യോഗികമായി 3 നമ്മൾ പറയാറ്. മൈത്തത്ത് നജസല്ല, സമക്ക്, ജറാദ്, മനുഷ്യൻ. എന്നാൽ വേറെ 2-3 കൂടിയുണ്ട്. വഗൈരി സൈദിൻ, വേട്ടയുമല്ല, വേട്ടമൃഗവും നജസല്ല. ഇങ്ങനത്തെ വേട്ടമൃഗമാണ് ലം തുദ്റക് സകാത്തുഹു, അതിന്റെ അറവ് എത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായി വേട്ട ചെയ്യുകയും ആ വേട്ട ചെയ്ത് പിടിച്ച ജീവിയെ ഉടമസ്ഥൻ അല്ലെങ്കിൽ വേട്ട ചെയ്തവൻ പിടിച്ച് അറുക്കുന്നതിന് മുമ്പേ അത് ചത്തുപോയി, എന്നാലും അത് ഉപയോഗിക്കാം, അത് നജസല്ല എന്നാണ്. അതാണ് വഗൈരി സൈദിൻ, വേട്ടമൃഗവും ഒഴികെ. എങ്ങനെയുള്ള വേട്ടമൃഗമാണ്? ലം തുദ്റക് സകാത്തുഹു, അതിന്റെ അറവ് എത്തിക്കപ്പെട്ടിട്ടില്ല. സകാത്താണ്, സകാത്തല്ല. സകാത്ത് എന്ന് പറഞ്ഞാൽ അറവ് എന്നും സകാത്ത് എന്ന് പറഞ്ഞ ശുദ്ധീകരണം എന്നും അർത്ഥം. ലഫ്ദ് മാറുമ്പോഴേക്ക് പ്രയോഗം മാറുകയാണ്. വഗൈരി സൈദിൻ ലം തുദ്റക് സകാത്തുഹു, അറവ് എത്തിക്കപ്പെടാത്ത വേട്ടമൃഗവും ഒഴികെ. അപ്രകാരം വജനീനി മുദക്കാത്തിൻ, അറുക്കപ്പെട്ട ജീവിയുടെ ചാപ്പിള്ളയും ഒഴികെ. അറുക്കപ്പെട്ട ജീവിയുടെ ചാപ്പിള്ള, എങ്ങനെയുള്ള അറുക്കപ്പെട്ട ജീവിയാണ്? മാത്ത, അത് മരിച്ചിരിക്കുന്നു. ബിദകാത്തിഹ, ആ വസ്തുവിനെ അറുക്കൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിയായ പശുവിനെയോ അല്ലെങ്കിൽ ഗർഭിണിയായ മറ്റു ജീവികളെയോ അറുത്തപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ചാപ്പിള്ള എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു, ആ ഗർഭസ്ഥ ശിശു ഈ അറവ് മുഖേന മരിച്ചു. എന്നാൽ ആ അറവ് മുഖേന മരിച്ച ആ വസ്തുവും എന്തല്ല, നജസല്ല എന്നർത്ഥം. വജനീനി മുദക്കാത്തിൻ, അറുക്കപ്പെട്ട വസ്തുവിന്റെ ചാപ്പിള്ള, അതായത് ഗർഭസ്ഥ ശിശു. അങ്ങനെയുള്ള ചാപ്പിള്ളയാണ് മാത്ത, അത് മരിച്ചിരിക്കുന്നു. ബിദകാത്തിഹ, ഈ അറുക്കപ്പെട്ട വസ്തുവിന്റെ അറവ് കൊണ്ട്. അപ്പോൾ അതും നജസല്ല. ഇനി വയഹില്ലു അക്ലു ദൂദിൻ, അതോടൊപ്പം നജസാണെങ്കിലും നമുക്ക് തൽക്കാലം അളവ് തരുന്നൊരു ഭാഗമാണ്. വയഹില്ലു അക്ലു ദൂദി മൽക്കൂലിൻ, തിന്നപ്പെടുന്ന ജീവിയുടെ പുഴുവിനെ തിന്നൽ അനുവദനീയമാണ്. മഅഹു, ആ വസ്തുവിനോട്. മാങ്ങയുടെ കാലം ഏകദേശം കഴിഞ്ഞു, എന്നാലും മാങ്ങയുടെ കൂടെയൊക്കെ അല്പം പഴുത്ത മാങ്ങന്റെ കൂടെയൊക്കെ ചിലപ്പോ ചെറിയ 1-2 പുഴുവൊക്കെ കാണും. അതൊന്നും കുഴപ്പമില്ല, അങ്ങ് തിന്നോളാന്നർത്ഥം. വയഹില്ലു അക്ലു ദൂദി മൽക്കൂലിൻ മഅഹു, തിന്നപ്പെടുന്ന ജീവിയുടെ പുഴു പോലത്തത് തിന്നാം. പുഷു എന്ന് ചെന്നാണ്ടൊക്കെ പറയൂലേ, നമ്മളാണ്ടൊക്കെ പുഴു എന്നാ പറയാല്. ഏതായാലും പുഴു പോലത്തത് തിന്നാം. മഅഹു, ആ തിന്നപ്പെടുന്ന ജീവിയോടൊപ്പം. ആ ജീവിയെ മാറ്റി പുഴു വേറെ തിന്നാൻ പറ്റൂല, തിന്നുന്ന കൂട്ടത്തിൽ അങ്ങ് തിന്നാമെന്ന് മാത്രം. വയഹില്ലു അക്ലു, കാരണം നല്ല പഴുത്ത മാങ്ങ വാങ്ങി നോക്കുമ്പോ എല്ലാത്തിലും പുഴു എന്ന് പറഞ്ഞ ചാളേണ്ട ആവശ്യമില്ല, അന്ന് തിന്നൂടാന്നോ, കുഴപ്പമില്ല. വയഹില്ലു അക്ലു ദൂദി മഅ്കൂലിൻ, തിന്നപ്പെടുന്ന ജീവിയുടെ പുഴു തിന്നൽ അനുവദനീയമാണ്. മഅഹു, തിന്നപ്പെടുന്ന ജീവിയോടൊപ്പം. വലാ യജിബു ഗസ്ലു നഹ്വിൽ ഫമി മിൻഹു, അതിനാൽ വായ പോലെ അത് കഴുകൽ നിർബന്ധമില്ല. വായൊന്നും കഴുകണ്ടെന്നും വരില്ല എന്നർത്ഥം. വനഖല ഫിൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നഖല എന്ന് പറഞ്ഞ മറ്റൊരാൾ പറഞ്ഞതിനെ എടുത്തു പറഞ്ഞതിനാണ് നഖല എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം കമൂലി റഹിമഹുല്ലാ തന്റെ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്താ എടുത്തുദ്ധരിച്ചത്? അൻഅസ്ഹാബി, ശാഫിഈ ഇമാമിന്റെ സഹാനുയായികളിൽ നിന്നുമായിട്ട്. എന്താണ് എടുത്തുദ്ധരിച്ച വിഷയം? ലാ യജൂസു അക്ലു സമ, ഉപ്പിലിടപ്പെട്ട മത്സ്യത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? ഒന്ന് പറയും, നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്ത പേരുണ്ടാവും. ഉപ്പിലിടപ്പെട്ട മത്സ്യത്തെ തിന്നൽ ജായിസല്ല. എന്താണ് ഈ ഉപ്പിലിട്ട മത്സ്യം എന്ന് പറഞ്ഞാൽ? ഉപ്പിലിട്ട് വരുന്ന മത്സ്യത്തിന്റെ പേരാണെന്ത് എന്ന് പറ സുഹൃത്തുക്കളെ?
എന്റെ പേര് നമ്മളെ നാട്ടിൽ പറയുന്ന ചില ഉണക്കടയിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഉണക്കമീൻ, അതെ അങ്ങനെയാ പറയുന്നത്, ഉണക്കമീൻ അല്ലെ. ഉണക്കമീനാണ് ഉപ്പിട്ട് വരുന്ന സാധനം. അതെ ശരി, ഉണക്കമീൻ. അപ്പൊ ഉണക്കമീൻ തിന്നാൻ പറ്റൂല. എങ്ങനെയുള്ള ഉണക്കമീനാണ്? വലം യുൻസറുമാ മഹാരാജായുടെ ഉൾഭാഗത്ത് അഷ്ടത്തും തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാം, തീരുമാനമായിട്ടില്ല. ലാ യജൂസു. എന്റെ ശബ്ദം കേൾക്കുന്നില്ല? ഡി സി ആയോ? ഞാൻ ഡി സി ആണോ? അല്ല. ലാ യജൂസു അക്ലു സമക്കിൻ. ഒരു മത്സ്യം തിന്നാൻ പറ്റില്ല. ഇങ്ങനത്തെ മത്സ്യം മുല്ലിഹ, അതിന് ഉപ്പിലിടപ്പെട്ടിരിക്കുന്നു. വലം യുൻസർ മാ ഫീ ജൗഫിഹി, അതിന്റെ ഉൾഭാഗത്തുള്ളത് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഐ മിനൽ മുസ്തഖ്ദറാത്തി, മ്ലേച്ഛമായ വസ്തുക്കൾ, അങ്ങനെ കാട്ടവും മറ്റൊക്കെ. വലാഹിറുഹു, പറഞ്ഞതിന്റെ പ്രത്യക്ഷം, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മനസ്സിലാകുന്നത് ലാ ഫർഖ ബൈന കബീരിഹി വസഗീരിഹി, ചെറിയ മത്സ്യമാണെങ്കിലും ശരി, വലിയ മത്സ്യമാണെങ്കിലും ശരി, ചെറിയ കുഞ്ഞമ്മത്തി ഉപ്പിലിട്ടാണെങ്കിലും കുഞ്ഞമ്മത്തി ഉണക്കിയതാണെങ്കിലും ശരി, അല്ല വലിയ മത്സ്യമാണ് ഏതാണെങ്കിലും ശരി, വ്യത്യാസം ഇല്ല എന്നതാണ് മനസ്സിലാകുന്നത്. പറഞ്ഞതിന്റെ നേരെ അർത്ഥം അനുസരിച്ച് രണ്ടും സമമാണ്. എങ്കിലും ലാക്കിൻ ദക്കറ ശൈഖാനി, ഷെയ്ഖാനി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ ഷെയ്ഖാനി അറിയോ? എങ്കിലും ഷെയ്ഖാനി പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖാനി ആരാണ്? ടെസ്റ്റ് ചെയ്തോളൂ. ഷെയ്ഖാനി ആരാണ്? ടെക്സ്റ്റ് ചെയ്തില്ല. ഷെയ്ഖാനി ആരാണ്? ലാക്കിൻ ദക്കറ ഷെയ്ഖാനി, എങ്കിലും ഷെയ്ഖാനി പറഞ്ഞിരിക്കുന്നു. ആരാ ഷെയ്ഖാനി? സുഹൃത്തുക്കളൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഷെയ്ഖാനി അറിയില്ല? സുബ്ഹാന. ഷെയ്ഖാനി സമസ്തയുടെ ഷെയ്ഖാനി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും അതുപോലെ ശംസുൽ ഉലമയാണ്. ഇവിടുത്തെ ഷെയ്ഖാനി ആരാ? ഫിഖ്ഹിലെ ഷെയ്ഖാനി. അതുപോലെ ഹദീസ് രംഗത്തെ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ അത് ഇമാം ബുഖാരിയും മുസ്ലിമുമാണ് റളിയല്ലാഹു അൻഹുമാ. എന്നാൽ ഫിഖ്ഹിലെ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഫിഖ്ഹിലെ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ അറിയില്ല. അറിയുന്നവരാരും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഉണ്ടാവുമല്ലോ. ഓർമ്മ പൊടിതെറ്റെടുത്ത ചിലപ്പം വേവ് വരും. മുസ്തഖീം ഓർമ്മയില്ലേ? എങ്കിലും ഷെയ്ഖാനി പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതായാലും ഞാൻ സമയം കളയുന്നില്ല. ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ ഇമാം നവവി, ഇമാം റാഫി റളിയല്ലാഹു അൻഹു ഇവരെ കുറിച്ചാണ് പറയുന്നത്. ഇമാം നവവിയെ കുറിച്ചും ഇമാം റാഫിയെ കുറിച്ചുമാണ് ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഷെയ്ഖാനി എന്ന് പ്രയോഗിക്കുക. ലാക്കിൻ ദക്കറ ഷെയ്ഖാൻ, അവർ രണ്ടുപേരുമാണ് കാര്യമായി ഈ വിഷയത്തിലെ നേതാക്കൾ. ദക്കറ ഷെയ്ഖാൻ, ബഹുമാനപ്പെട്ട നവവി ഇമാമും ബഹുമാനപ്പെട്ട റാഫിഈ ഇമാമും പറഞ്ഞിരിക്കുന്നു. ജവാസ് അക്ല സഗീർ, ചെറിയ മത്സ്യം തിന്നൽ ജായിസാണ്. മഅമാ ഫീ ജൗഫിഹി, അതിന്റെ ഉള്ളിലുള്ള ഒന്നോടുകൂടി. എന്നാൽ അതിന്റെ കഷ്ടം മറ്റൊക്കെ തന്നെ തിന്നാ കുഴപ്പമില്ല. ചെറിയ കുഞ്ഞമ്മത്തിയാണെങ്കിലും കുഴപ്പമില്ല. അതിലെ പോലത്തെ വലിയ സാധനങ്ങളോ പോലെ വലിയ വലിയ ജീവികളൊക്കെ ആകുമ്പോൾ മത്സ്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ഉള്ളു കളയേണ്ടു, അല്ലെങ്കിൽ കളയാൻ നിർബന്ധമില്ല എന്ന് ഷെയ്ഖാനി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിലുള്ള ഒന്ന് ശുദ്ധീകരിക്കൽ പ്രയാസമായതുകൊണ്ട്. ശുദ്ധിയാക്കാൻ പണി കിട്ടിപ്പോകും, ഉണങ്ങിയതല്ലേ. അതിലുള്ള ഒന്ന് ശുദ്ധീകരിക്കൽ പ്രയാസമായതുകൊണ്ട്. മനസ്സിലായല്ലോ? വക്കമുസ്കിരിൻ. ഇനി നജസിന്റെ മറ്റു ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. വക്കമുസ്കിരിൻ, മസ്താക്കുന്ന വസ്തുവിനെ പോലെ. മസ്താക്കുന്ന വസ്തു അത് മസ്താക്കി കൊള്ളണമെന്നില്ല. ഐ സ്വാലിഹിൻ ലിൽ ഇസ്കാർ, മത്താക്കലിനിക്ക് പര്യാപ്തമായത്. മത്തായിക്കൊള്ളണമെന്നില്ല, മത്താക്കാൻ പറ്റുന്ന ഏതാ മതി. മനസ്സിലായില്ല? ചില ആളുകൾ സ്ഥിരം കുടിച്ചാൽ മത്തൊന്നും ആവൂല. അതുകൊണ്ട് അത് നജസല്ലാന്ന് വരുമോ? ഇല്ല. മത്താക്കാൻ പര്യാപ്തമായ വസ്തുവാണോ അത് നജസാണ്. അപ്പോൾ ഫദഖലത്തിൽ ഖുത്റത്തു മിനൽ മുസ്കിർ, ഒരു തുള്ളി മുസ്കിറിൽ നിന്നുള്ള ഒരു തുള്ളിയും പ്രവേശിച്ചു. കാരണം ഒരു തുള്ളി കുടിച്ചുകൊണ്ട് മത്തായിക്കൊള്ളുന്നില്ല, പക്ഷെ ഒരു തുള്ളിയും നജസാണ്. എന്തുകൊണ്ട്? അത് മത്താക്കാൻ പര്യാപ്തമായ സാധനം. വക്കമുസ്കിരിൻ ഐ സ്വാലിഹിൽ ലിൽ ഇസ്കാർ, മത്ത് ആവലിനിക്ക് മസ്താക്കലിനിക്ക് പര്യാപ്തമായ. ഫദഖലത്തിൽ ഖുത്റത്തു എന്ന് വെക്കുമ്പോൾ മുസ്കിറിൽ നിന്നുള്ള മത്താക്കുന്ന വസ്തുവിൽ നിന്നുള്ള ഒരു തുള്ളിയും പ്രവേശിച്ചു. എങ്ങനെയുള്ള മുസ്കിറാണ്? മാഇൻ, ദ്രാവകമായ, ദ്രാവക രൂപത്തിലുള്ള മത്തുണ്ടാക്കുന്ന വസ്തുക്കൾ അത് നജസാണ്. വക്കമുസ്കിരിൻ മാഇൻ,
ദ്രാവകമായ മറ്റുണ്ടാക്കുന്ന വസ്തുക്കളെ പോലെ, കഹംദിൻ ഖംറ് പോലെ. ഖംറ് എന്ന് പറഞ്ഞാൽ വഹിയ അൽ മുത്തഖദത്തു മിനൽ ഇനബ്, മുന്തിരിയിൽ നിന്നുണ്ടാക്കപ്പെടുന്നതിനാണ് ഖംറ് എന്ന് പറയുന്നത്. ഖംറ് എന്ന അറബി പ്രയോഗത്തിന്റെ അർത്ഥം അൽ മുത്തഖദത്തു മിനൽ ഇനബ്. നമ്മൾ മലയാളത്തിൽ എല്ലാത്തിനും കള്ള് എന്ന് പറഞ്ഞേക്കും. പക്ഷെ അറബിയിൽ ഖംറ് എന്ന പദത്തിന്റെ അർത്ഥം അൽ മുത്തഖദത്തു മിനൽ ഇനബ്, മുന്തിരിയിൽ നിന്നുണ്ടാക്കുമ്പോഴാണ് ഖംറ് എന്ന് പറയാം. ഇപ്പോഴത്തെ കള്ള് മുന്തിരി കൊണ്ട് ഉണ്ടാക്കലുണ്ടോ? നിങ്ങൾ അറിയുന്നവരുടെ ആവശ്യത്തിൽ ഇപ്പോഴത്തെ കള്ള് മുന്തിരി കൊണ്ട് ഉണ്ടാക്കലുണ്ടോ? അല്ല മുന്തിരിക്ക് അംശമെങ്കിലും ഉണ്ടോ? അല്ലാണ്ട് ഇങ്ങനെ സുമാറങ്ങുണ്ടായി വരുന്നതാണോ? എന്താണ് അതിന്റെ പിടുത്തുള്ളവരുണ്ടോ സുഹൃത്തുക്കളെ? ഇപ്പൊ ഉണ്ടാകുന്ന കള്ളൊക്കെ ഉണ്ടാക്കുന്നത് മുന്തിരിയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണോ? അല്ല അതൊന്നും ഇല്ല, വേറെന്തെല്ലോ വസ്തുക്കളിൽ നിന്നാണെന്നാണോ? അതിനാണ് വൈൻ എന്ന് പറയാമോ? ഡോക്ടർ അസഫ് അബൂക്കർ എന്ന് വ്യക്തമായി പറഞ്ഞത് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനബിന്റെ അംശത്തോടുകൂടി തന്നെയാണോ വരാറ്? അല്ല, വൈൻ എന്ന് പറഞ്ഞാൽ അതാണോ? ഇനബിൽ നിന്ന് ഉണ്ടാക്കുന്നതിനാണോ നമ്മളിന്ന് വൈൻ എന്ന് പറയുന്നത്? അങ്ങനെയാണോ? എന്താണ് അതിന്റെ വിശദമായെന്ന് ആരെങ്കിലും അറിയുന്നവർ പറഞ്ഞു തന്നാൽ നന്നാവും. ഖംറ് കള്ളുണ്ടാക്കുന്നതിൽ നിന്നിപ്പോ മുന്തിരിക്ക് പങ്കുണ്ടോ എന്നാണ് എന്റെ കാര്യമായ ചോദ്യം. ഇതിനെല്ലാം മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന കല്ലിന് പ്രത്യേകമായി വേറെ പേരുണ്ടെങ്കിൽ അത് മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്നതിനാണ് വൈൻ എന്ന് പറയില്ല. ഓഹോ, മുന്തിരി കൂട്ടും ആണ് മുസാഖ് വീട്ടിൽ പറയാം, മുന്തിരിയും കൂട്ടും. ഇന്ന് പലതിലും ഉണ്ടാക്കുന്നു. ഓക്കെ, ശരി, അതാണ് വലിയ ശരി. അബ്ദുള്ള പറഞ്ഞത് ശരിയാണ്, ഭയങ്കര ധാരാളം വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്നതിനാണ് വൈൻ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ അല്ലേ? മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന വസ്തുക്കൾക്കാണ് വൈൻ എന്ന് പറയുന്നത് അല്ലേ? അബ്ദുള്ളാക്കുന്നത് എനിക്കറിയില്ല, കുടിക്കലെന്നല്ല ഞാൻ ചോദിച്ചത്. അറിയാൻ പലപ്പോഴും അറിയാൻ പല മാർഗങ്ങളുണ്ട് സുഹൃത്തുക്കളെ, അല്ലേ? ബഹുമാനപ്പെട്ട എനിക്കറിയില്ല എന്ന് കാര്യമായി അടിക്കുന്നുണ്ട് അബ്ദുള്ളതിനോട്. പിന്നെ ഓക്കെ, അപ്പൊ ഏതായാലും മുന്തിരി ഉണ്ടാക്കുന്ന വൈൻ എന്ന് പറയാം. ഏതായാലും നമുക്ക് പറയാം അപ്പൊ ഖംറ് എന്നുള്ള അറബിയുടെ നേരെ അർത്ഥം വൈൻ എന്ന് വരാം. അപ്പൊ മുന്തിരി ഉണ്ടാക്കുന്നതിനാണ് വൈൻ എന്ന് പറയുന്നെങ്കിൽ ഖംറിന്റെ അർത്ഥം വൈനാണ്. അപ്പൊ കഹംദിൻ, വൈന് പോലെ, കല്ല് പോലെ. ഖംറ് എന്ന് പറഞ്ഞാൽ അൽ മുത്തഖദത്തു മിനൽ ഇനബി, മുന്തിരിയിൽ നിന്നുണ്ടാക്കപ്പെടുന്നത്. അബൂസവാദ് ഈത്തപ്പഴത്തിന് ഉണ്ടാക്കലുണ്ടാവും അല്ലെ? അബൂസവാദ് അതാ പറയുന്നത്, ഈത്തപ്പഴം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈത്തപ്പഴം? ഈത്തപ്പഴത്തിന് ഉണ്ടാക്കുന്നതിനാണോ വൈൻ എന്ന് പറയാം? അങ്ങനെയാവോ? അല്ലാഹു അഅലം. അഭിപ്രായ വ്യത്യാസമായോ? സുബ്ഹാനല്ലാഹ്. ഈത്തപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്നതിനാണോ വൈൻ എന്ന് പറയാം? തീരുമാനമാക്കി തരണേ. അതിൽ നിന്നും ഉണ്ടാക്കും, അതെല്ലാം ചോദിച്ചത്. ഈത്തപ്പഴത്ത് ഉണ്ടാക്കുന്നതിന് വൈൻ എന്ന് പറയലുണ്ടോ? അതും ഉണ്ടാവും. ഓക്കെ, എന്നാ പിന്നെ അത് പറ്റൂല. എന്നാ ഖംറ് എന്നതിന് മലയാളത്തിൽ നേരെ പരിഭാഷയില്ല. ഓക്കെ, അപ്പോ ഹംദിൻ കള്ള് പോലെ. കല്ല് ഖംറ് എന്ന് പറഞ്ഞാൽ ഹിയൽ മുത്തഖദത്തു മിനൽ ഇനബ്, മുന്തിരിയിൽ നിന്നുണ്ടാക്കപ്പെടുന്നതാണ്. ഓക്കെ, അതിന് വൈൻ എന്ന് പറയില്ല. ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഖംദിൻ, വൈൻ പോലെ. ഗ്രേപ്സ് ഉണ്ടാകുന്ന എനർജി ഡ്രിങ്ക് ഹറാമാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു ആൻസറാണത്. ഗ്രേപ്സ് ഉണ്ടാകുന്ന അതായത് മുന്തിരി ജ്യൂസിൽ നിന്നുണ്ടാകുന്ന എനർജി ഡ്രിങ്ക് ഹറാമാണ്. അല്ലാഹു അലം, എനിക്ക് ആ സാധനം തന്നെ അറിയില്ല. ഏതായാലും സംശയമാണെങ്കിൽ ഒഴിവാക്കേണ്ടി വരും. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലം കള്ള് അനുവദനീയമാക്കുന്ന ആളുകൾ വരും. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, കള്ളിന് അതിൻ്റെതല്ലാതെ പേര് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. അത് ഒന്നുകൂടി അതുമായി കൂടുതൽ ബന്ധമുള്ള ഉസ്താദുമാരോടൊക്കെ ചോദിക്കണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കാം. നമുക്ക് ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പിടുത്തമില്ലാത്തൊരു സംഭവമാണ്. കള്ളിന്റെ പല ഐറ്റംസും പലതും പലജാതി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ ചിലത് ബീർ കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിലത് പറയുന്നുണ്ട് അല്ലേ? അല്ലെ, എൻ്റെ അടുത്ത് നീര വേറെ മറ്റു വിഷയം, അങ്ങനെ ഒരുപാട് വസ്തുക്കളൊക്കെ വരുന്നു. അല്ലാഹു അലം. മുസ്കിറാണോ എന്ന് ഇപ്പൊ കുടിച്ചോക്കാണ്ട് ഇപ്പൊ എങ്ങനെ പറയുന്നും കൂടി എനിക്ക് പിടുത്തമില്ല. നമുക്ക് തൽക്കാലം നമ്മളെ വകുപ്പ് നോക്കാം. ഒക്കെ മുസ്കിരിൻ, ദ്രാവക രൂപത്തിലുള്ള മത്തുണ്ടാക്കുന്ന വസ്തുവിനെ പോലെ. കഹംദിൻ, ഖംറ് പോലെ. നോൺ ആൽക്കോളിക് ബിയർ. അല്ലാഹു അലം. ആൽക്കോളിക് ഇല്ലാത്തതാണ് ബിയർ എന്നാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ സഫ്. അങ്ങനെയാണോ? ആൽക്കോളിക് ഇല്ലാത്തതിനാണ് ബിയർ എന്ന് പറയാനോ? സുബ്ഹാനല്ലാഹ്, മുസ്തഖീം പറയുന്നത് വേറെ പറ്റിയ. അങ്ങനെയാണോ ഡോക്ടർ അസാഫ് അബൂക്കർ? നോൺ ആൽക്കഹോളിക് ആണ് ബിയർ എന്ന് പറഞ്ഞു മാർക്കിട്ടുണ്ട്. അല്ല, അങ്ങനെ നമുക്ക് പറയാം. ആൽക്കഹോളിക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആൽക്കഹോൾ എന്ന് പറഞ്ഞത് മൊത്തം മദ്യമല്ല എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നത്. അതവിടെ എക്കട്ടെ. നമുക്കേതായാലും കൂടുതൽ പിടുത്തമില്ലാത്ത വിഷയമാണ് നമ്മൾ തൽക്കാലം കൂടെ ഒഴിവാക്കുക അല്ലേ? വൈനും ബിയറും എല്ലാം കണക്കാണ്. ഓക്കെ,
ഒക്കെ നമുക്ക് നമ്മുടെ വിഷയം പോവുക. കുറച്ചൊക്കെ കൂടുതൽ പിടുത്തമുള്ള ഉസ്താദുമാരെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനായിരിക്കും മുന്നിട്ടിറങ്ങിയ ഉസ്താദുമാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെ മാർക്കറ്റ് ഉണ്ട് അല്ലേ? മാർക്കറ്റ് ഉണ്ട് ഗൾഫിൽ. ഇത് ഗൾഫിലുണ്ടായതുകൊണ്ട് ഇപ്പൊ അനുവദനീയാക്കാനൊന്നും പറ്റൂല. ഹറമൈനിയുണ്ട്, മക്കയിലും മദീനയിലുണ്ടായ പോലും തെളിവല്ല എന്നുള്ളതാണ് നമ്മുടെ തെളിവ്. മക്കയിലും ഹറമൈനിലുണ്ടായതുപോലെ തെളിവല്ല എന്നുള്ളതാണ് നമ്മുടെ തെളിവ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. ഗൾഫിൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞല്ലേ, നോൺ ആൽക്കഹോളിക് ബിയർ. ഓക്കെ, പോവാ. നബീദ്, നബീദ് പോലെ, നബീദ് എന്ന് പറഞ്ഞാൽ എന്താ? വഹുവൽ മുത്തഖദു മിൻ ഗൈരി, മുന്തിരി അല്ലാത്തതിൽ നിന്നുണ്ടാക്കുന്ന കള്ളിനൊക്കെ നബീദ് എന്ന് പറയും. മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന കള്ളിന് ഖംറ് എന്നും, അത് അറബി പ്രയോഗത്തിന്റെ ഒരു ശൈലിയാണ് കേട്ടോ. ഖംറ്, നബീദ് എന്ന് പറയും വഹുവൽ മുത്തഖദു മിൻ ഗൈരിഹി, ഇനബ് അല്ലാത്തതിൽ നിന്നുണ്ടാക്കുന്നത്, മുന്തിരി അല്ലാത്തതിൽ നിന്നുണ്ടാക്കുന്നത് നബീദ് എന്നാണ് പറയുക. മലയാളത്തിൽ നമ്മൾ എല്ലാത്തിനും കള്ള് എന്ന് പറയും, ഒറ്റടിക്ക് കള്ള് എന്ന് പറയും. അത് എന്ത് കള്ള് എന്നൊക്കെ പിന്നെ തീരുമാനമാണ് അല്ലെ. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള മറ്റുണ്ടാക്കുന്ന വസ്തുക്കൾ നജസാണ് എന്ന് വെക്കുമ്പോൾ ദ്രാവകം എന്നതുകൊണ്ട് പുറത്തുപോയി നെഹ്വുൽ ബഞ്ച്, അവീൽ സത്ത്, ആദ്യം ലഹരി ഉണ്ടാക്കുന്ന മറ്റൊരു വസ്തുവാണ് ബഞ്ച്. എന്നതിന് ബഞ്ചിൽ തന്നെ പുറത്തൊക്കെ പേരുണ്ടെന്നാണ് കേട്ടത് അല്ലെ. ബഞ്ച് എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ബഞ്ചിലെ ഉണ്ടോ സുഹൃത്തുക്കൾക്ക് പിടുത്തുണ്ടായിരുന്നെങ്കിൽ അതിനെ കുറിച്ച്? ബഞ്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ സാധനങ്ങൾ കിട്ടാണ്ടെന്നാ പറയുന്നത്. ആരെങ്കിലും അതിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്താൽ എളുപ്പമാവും. ഇല്ല, നോണാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്നോട് എടുത്ത് പറഞ്ഞല്ലോ അങ്ങനെ എന്തോ മറ്റന്റെ പേര് തന്നെ വരാനുണ്ടെന്നുണ്ട് ഒരാൾ പറഞ്ഞു. ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട അബൂ സവാദ് പറയുന്നത്. നിങ്ങൾ വാങ്ങാൻ പോകാത്തോണ്ടായിരിക്കും പ്രശ്നം. ഞങ്ങളാരും വാങ്ങാൻ പോക്കില്ലല്ലോ, അതുകൊണ്ട് വലിയടങ്ങാരം. ബഞ്ചോ ഡോക്ടറെ സാർക്ക് അറിയില്ലാന്ന് പറയുന്നല്ലേ. എന്റെ ലഫ്തർത്ഥം മാത്രമേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂ. ഇതിന്റെ എന്താ സംഭവം എന്താന്ന് പറയാൻ എനിക്കറിയില്ല. ക്ലോറോഫോം, അത് ശരിയാണ്, തെറ്റിട്ട് ക്ലോറോഫോം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ ശരിയാണ്. ക്ലോറോഫോം എന്ന് പറഞ്ഞ ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ദ്രാവക, ഒരു ക്ലോറോഫോം ദ്രാവക എന്നാന്നാ പറയുന്നത്. ദ്രാവകത്തിനാണെങ്കിൽ പൈസ ക്ലോറോഫോം, അതൊക്കെ അല്ലേ. ഓക്കെ, അതന്നെ ബഞ്ച് ക്ലോറോഫോം എന്നാണ് എന്റെ. അതങ്ങനെ തന്നെ നമുക്ക് കിട്ടും അല്ലേ. അത് ദ്രാവകാണോ ഖരവസ്തുവാണോ സുഹൃത്തുക്കളെ? അത് ദ്രാവകാണോ? ബഞ്ച്, ഈ ക്ലോറോഫോം എന്ന് പറയുന്നത് ദ്രാവകമാണോ അല്ല ഖരവസ്തുവാണോ? ലിക്വിഡ്. അതെ, എന്നാ പിന്നെ കുഴപ്പമില്ല. വാതകമാണ്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ അത് നജസല്ല, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, അപ്പൊ അത് നജസാകൂല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അത് ദ്രാവക രൂപത്തിലുള്ളതല്ല. വൽ ഹഷീഷ്, കഞ്ചാവ്, ഹഷീഷ് അങ്ങനെ തന്നെ കിട്ടാണ്ടല്ലേ. ഹഷീഷ് കഞ്ചല്ല, ഹഷീഷ് എന്നല്ലേ. ഹഷീഷിന്റെ മലയാളം അറിയോ? നേരെ കഞ്ചാവ് എല്ലാം തോന്നുന്നുണ്ട് അതിന്റെ അർത്ഥം. നമ്മൾക്ക് എളുപ്പത്തിൽ ചിലപ്പോൾ അങ്ങനെ വെക്കാറുണ്ട്. ഹഷീഷ് തന്നെ കിട്ടുന്നുണ്ടല്ലേ സാധനം. ഹഷീഷ് എന്ന് പറഞ്ഞത് അല്ലേ, ഹഷീഷ് തന്നെ കിട്ടാനുണ്ട് അല്ലേ സാധനം. എന്താണ് അതിന്റെ മലയാളം ചുരുക്കി? എളുപ്പത്തിൽ നമ്മൾ കഞ്ചാവെന്ന് വെക്കലുണ്ട്, അങ്ങനെ തന്നെയാണോ മാനാന്ന് ഉറപ്പില്ല. ഹഷീഷ് എന്ന് സുഹൃത്തുക്കളെ, ഹഷീഷിന്റെ മാന മലയാളം അറിഞ്ഞാലുണ്ടോ? ഹഷീഷ് തന്നെ വെക്കല്ലേ, എന്നെല്ലാവർക്കും അറിയുന്ന സാധനം ഹഷീഷ്. ഓക്കെ, ഹഷീഷ് പോലെ. അപ്പൊ ഹഷീഷ് ഓക്കെ. പിന്നെ അപ്പൊ അത് നജസല്ല. കാരണം എന്തുകൊണ്ട്? ദ്രാവകാണ്. അതെന്തല്ല, ഖരവസ്തുവാണ്. അത് ദ്രാവക വസ്തുവല്ല. അപ്പൊ ദ്രാവക രൂപത്തിലുള്ള മത്തുണ്ടാക്കുന്ന വസ്തു അത് നജസാണ്. എന്നാൽ തത്ഹുറു ഖംറുൻ തഹല്ലലത് ബിനഫ്സിഹാ. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം ഏകദേശം 6:25 ആയിട്ടുണ്ട്. നമുക്ക് നാളെയാക്കാം മറ്റു ഭാഗം. പക്ഷെ നാളെ ഒരു പക്ഷേ മലപ്പുറം, ഏകദേശം മലപ്പുറത്തിന്റെ തിരൂർ ഭാഗത്തൊരു കല്യാണമുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ
തിരിച്ചെത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ക്ലാസ് നടക്കും. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയോ മറ്റന്നാളോ ഇൻഷാ അല്ലാഹ് കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിവതും ക്ലാസ് മുടങ്ങാതെ പോകാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രസംഗവും മറ്റുള്ള ദിവസങ്ങൾ ഒരിക്കലും ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഒന്നുകിൽ യാത്ര ചെയ്യേണ്ടി വരും ഈ സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉള്ള സമയമാണെങ്കിലും സമീപത്ത് തന്നെയാണ് വയലെങ്കിലും പക്ഷെ പലപ്പോഴും പോകേണ്ട ഒരുക്കവും അതിന് മാത്രമല്ല ശബ്ദ പ്രോബ്ലം കുറച്ചുള്ളത് കൊണ്ടും അങ്ങനെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് കഴിവതും ക്ലാസ് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറയാണ്. അതോടൊപ്പം ഒരു സുഹൃത്ത് നേരത്തെ ഒരു ചോദ്യം അയച്ചിരുന്നു. ഉസ്താദെ, കുട്ടികൾ ഭക്ഷണം വായിട്ട് തുപ്പിയാൽ ആ ഭക്ഷണം എടുത്ത് കഴിക്കാമോ? കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കണം തന്നെയാണ്. കാരണം ആ ഭക്ഷണം വായിലെത്തിയത് കൊണ്ട് രസമൊന്നും ആകൂല, കഴിക്കണം എന്നാണ്. ഒന്നുകിൽ അവർക്ക് തന്നെ കൊടുക്കുക. കാരണം താഴ്ഭാഗത്ത് വായിൽ ഒരാൾ ചവച്ചുകൊണ്ട് ഭക്ഷണം എന്താവൂല, നജസാകൂല. കഴിക്കണം. വേസ്റ്റാക്കാതിരിക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണം വേസ്റ്റാക്കുന്നത് വലിയൊരു സമൂഹം നമ്മുടെയൊക്കെ ഒരു വലിയ ഹോബി പോലെയായി മാറിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നു, അല്ലേ? നൂറുൽ അമീൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള 970 സഹോദരിയുടെ ഭർത്താവിന് സുഖമില്ല, ദുആ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹി ഉസ്താദ് തജ്വീദിന്റെ ക്ലാസ്സുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. തുടങ്ങാൻ സമയമായിട്ടുണ്ടാകും. ഞാൻ ഏതായാലും ചുരുക്കുകയാണ്. എത്ര മണിക്കാണ് ക്ലാസ് ടൈമായ ഉസ്താദെ? എത്ര മണിക്കാണ് അബ്ദുള്ള തോട്ടക്കാട് സാഹിബ്? അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് സമയമായിട്ടില്ല. ഏതായാലും എനിക്ക് പോകാനായിട്ടുണ്ട്. ഓക്കെ, സൂൺ പെട്ടെന്നാവൂലെ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഞാൻ നിർത്താണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവന് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മയും വേണ്ടപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം ജീവിച്ചവർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കും നമുക്കുമുള്ള രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ.